ഒരാൾക്ക് 35 രൂപ ചാർജ് വരുന്ന രീതിയിൽ ഞങ്ങളൊരു കന്യാകുമാരി യാത്ര പോയി. ട്രെയിനിലാണ് പോയത്. കൊല്ലത്ത് നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. പോകുന്ന വഴിയിലൊക്കെ മനോഹരമായ കാഴ്ചകളായിരുന്നു. കുട്ടികളും യാത്ര നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാറിലിരിക്കുന്ന മടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കളികളൊക്കെ കളിച്ച് അവർ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. ട്രെയിനിൽ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിലുണ്ടായിരുന്നവരിൽ കൂടുതൽ പേരും മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്നവരായിരുന്നു. സതേൺ റെയിൽവേയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പാണ് കന്യാകുമാരിയിലേത്. കൊല്ലത്ത് നിന്ന് തുടങ്ങി ഏകദേശം 20 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു ഈ ട്രെയിനിന്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങളൊരു ഓട്ടോയിൽ അടുത്തൊരു റൂം എടുക്കുന്നതിനായിട്ട് പോയി. ഞങ്ങൾ റൂമെടുത്ത ഹോട്ടലിൻ്റെ മുന്നിലത്തെ കാഴ്ചകളാണിത്. 2 കിളികൾ അവർ കൂടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. കമ്പുകൾ ശേഖരിക്കുകയും പറന്നു പോവുകയും ചില്ലകളിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. എല്ലാവരും അസ്തമയം കാണാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും കാർമേഘം വന്ന് മൂടിയതിനാൽ അസ്തമയം കാണാൻ സാധിച്ചില്ല. അസ്തമയം കാണാൻ കഴിയാത്തതിൻ്റെ വിഷമം കാരണം എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് ഉദയം കാണാൻ തയ്യാറായി. പിന്നീട് ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്കും പോയി. തിരിച്ച് 4 മണിക്കുള്ള ട്രെയിനിൽ തന്നെ അവിടുന്ന് യാത്ര തിരിച്ചു വരുന്ന വഴിയിലാണ് സഹ്യപർവ്വതത്തിൻ്റെ മനോഹാരിത നന്നായി ആസ്വദിക്കാൻ സാധിച്ചത്.